ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അറ്റാക്ക് കാര്യങ്ങളൊന്നുമില്ല ഗൈസ്, നമ്മുടെ ടൗൺ ഹാൾ വന്നിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് പുതിയ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞാൻ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐ ആം വെരി എക്സൈറ്റഡ് എങ്ങനെയാണെന്ന് പറഞ്ഞിടാം. അപ്പോൾ നമ്മുടെ ടൗൺ ഹാൾ 17 ആണ് ഇപ്പോൾ നിലവിലെ കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ഇനി ടൗൺ ഹാൾ 17 അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ബാക്ക് ടു ടൗൺ ഹാൾ 17 നേരെ നമ്മൾ പോവുകയാണ് ഗൈസ്. കൊള്ളാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടൗൺ ഹാൾ 17 കൊള്ളായിരുന്നു. പക്ഷേ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈഗിൾ ആർട്ടിലറി പോയിട്ടുണ്ട് ഗൈസ്, അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഓക്കെ, നമ്മൾ നേരെ തന്നെ ഒരു ബുക്ക് ഓഫ് ബിൽഡിംഗ് അടിക്കാൻ പോവുകയാണ്. ഓക്കെ, നേരെ ബുക്ക് ഓഫ് ബിൽഡിംഗ് വേണോ അതോ ബുക്ക് ഓഫ് ബിൽഡിംഗ്? ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഗൈസ്, ബുക്ക് ഓഫ് ബിൽഡിംഗ് അല്ല, ഞാൻ പൈസ കൊടുത്ത് തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. നേരെ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഗൈസ്, ക്യാമറ ചെറുതായിട്ട് മാറ്റി. ദിസ് ടൗൺ ഹാൾ ഈസ് ഗോയിങ് ടു ബി ഹിറ്റ്, ഐ ജസ്റ്റ് നോ ഇറ്റ്. വെയിറ്റ്, വാട്ട് ദ ഷൈനി തിങ് ഇൻ ദ സ്കൈ? ഗൈസ്, പുതിയ എന്തോ സാധനം വന്നിട്ടു. എടാ പോടാ. ദാറ്റ് വാസ് ഇൻസെയിൻ ബട്ട് അവർ വില്ലേജ് പൂൾ ത്രൂ ഔട്ട്. പോടാ, സീൻസ് ആണ് ഗൈസ്. ദ റോക്ക് ഈസ് ഗ്ലോയിങ് വിത്ത് സ്ട്രേഞ്ച് എനർജി, മേ ബി ബിൽഡർ ക്യാൻ യൂസ് ദിസ് സ്റ്റഫ്. ഗൈസ്, എന്തോ ഒരു പുതിയ സെറ്റ് സാധനം ഗൈസ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഇങ്ങനത്തെ ഒരു ആനിമേഷനൊക്കെ പറഞ്ഞു ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ. കൊള്ളാം. ഓക്കെ, ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. നൈസ്. ഒരു കല്ല് വന്ന് വീണ് നല്ല ആനിമേഷനൊക്കെ കാണിച്ച് കൊള്ളാം. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതൊന്ന് പിടിച്ച് ഇൻഫോ കൊടുക്കുമ്പോൾ ഇൻഫോയിലും കല്ലായിട്ടാണ് കാണിക്കുന്നത്, നമുക്ക് ബിൽഡിങ്ങിനെ കാണിച്ചിട്ടില്ല. കൊള്ളാം. ടോട്ടലി നല്ലൊരു സംഭവമാണ്. നമ്മൾ നോക്കട്ടെ. ഹിറ്റ് പോയിൻറ്റ് 400 വെച്ച് കൂടുന്നുണ്ട്. 110 lakh വെച്ച് കപ്പാസിറ്റിയും കൂടുന്നുണ്ട്. പിന്നെ 10,000 ഡാർക്ക് എക്സർ സ്റ്റോറേജ്. കൊള്ളാം. ഓക്കെ ഗൈസ്, ഞാൻ ബുക്ക് അടിക്കാൻ പോവുകയാണ്. അടിച്ചിട്ടുണ്ട് ഗൈസ്. തൊടാൻ പറയാണ്. സീൻ അത് കൊള്ളാം കേട്ടോ ഗൈസ്. സെറ്റ് സാധനം. തൊട്ടതും ടൗൺ ഹാൾ റിവീൽ ചെയ്യുന്നു. നല്ല നൈസ് സാധനം. അപ്പോൾ 5 ദിവസം നമുക്ക് നല്ല ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം വെറൈറ്റി ട്രൂപ്സ് ഒക്കെ ഇട്ട് അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ. നമുക്ക് നോക്കാം. തൊടാൻ പറയുന്നുണ്ട്. ഗാർഡിയൻസ് ഡിഫെൻഡ് യുവർ വില്ലേജ്. സെലക്ട് സ്വിച്ച് ബിറ്റ്വീൻ ദം, കനോട്ട് ഡിഫെൻഡ് വൈൽ അപ്ഗ്രേഡിംഗ്. അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്തെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ നമ്മുടെ ഈഗിൾ ആർട്ടിലറി കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗാർഡിയൻസ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും ബാക്ക് ടു നമ്മുടെ ടൗൺ ഹാൾ 11 ഹിസ്റ്ററി. ടൗൺ ഹാൾ 12 ഇപ്പോൾ ഡിഫൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്തെ ടൗൺ ഹാൾ 11 വരെയായിരുന്നു ഡിഫൻസ് ഇല്ലാത്തത്. പിന്നെ ടൗൺ ഹാൾ 12 തൊട്ട് ഫുൾ ഡിഫൻസ് ആയിരുന്നു. വീണ്ടും ബാക്ക് ടു നോർമൽ. നമ്മുടെ 18th ടൗൺ ഹാളിൽ ഡിഫൻസ് ഇല്ല, ഗാർഡിയൻ ആണ് ഡിഫൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. കണ്ടിന്യൂ. നൈസ്. നമുക്ക് ലോങ് ഷോട്ട് തന്നെ വെച്ച് ഇരിക്കാം. നമുക്ക് ഫസ്റ്റ് ഓൺ ഗാർഡ്. സെറ്റ് സാധനം ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഞാൻ തോന്നുന്നു. കൊള്ളാം. ചേഞ്ച് സീനറി ഒന്നും കിട്ടിയിട്ടില്ല. കൊള്ളാം ഗൈസ്. നമുക്ക് സീനറി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ടൗൺ ഹാൾ നല്ല പോലെ ഒരു ഡിഫറൻസ് സാധനമാണ്. ഇതൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് വേറെ ഇതിലും അങ്ങനെ ലെവലൊന്നുമില്ല. ഗുഡ്. ഗാർഡിയൻ മാറ്റി നമ്മൾ സ്മാഷർ ഇട്ടാൽ സ്മാഷർ ഒരു ചൈനക്കാരനെ പോലെയാണ് കഴിച്ചിരിക്കുന്നത്. തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. സെറ്റ് സാധനം. നമ്മൾ എന്തായാലും സ്മാഷർ ആക്കാതെ നമ്മൾ ലോങ് റേഞ്ചിന് വേണ്ടിയാണ് കൊടുക്കണം. നമ്മുടെ ലോങ് റേഞ്ച് ഇത്രയും ഒരു വലിയൊരു സെറ്റ് സാധനമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റിസർച്ച് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അതിന് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ ഒരു ബുക്ക് അടിക്കാനാണ് പോകുന്നത്. ബുക്ക് അടിക്കടാ. യെസ്, ബുക്കല്ല, ഹാമർ അടിച്ചു. കൊള്ളാം ഗൈസ്, ഹാമർ അടിച്ചിട്ടുണ്ട്. സെറ്റ്. നമുക്ക് നമ്മുടെ റിസർച്ച് വരുന്നുണ്ട്. കൊള്ളാം. നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് റിസർച്ച് ഒന്ന് നോക്കാൻ സൂം ചെയ്ത്. റിസർച്ച് ഇതാണ് വന്നിട്ടുള്ള കിടിലം. പുതിയ റിസർച്ചിൽ പുതിയ ട്രൂപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം, നൈസാണ്. ഇനി നേരെ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഒക്കെ കൂടിയിട്ടുണ്ട്. കൊള്ളാം, നൈസ്. ഇനി ഞാൻ ചെയ്യാൻ പോണ അപ്ഗ്രേഡ് എന്ന് ചോദിച്ചാൽ നേരെ ഞാൻ ഒരു ബുക്കിൻ്റെ റെയ്ഡ് മെഡൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ മെഡൽസ് വെച്ച് റെയ്ഡ് അല്ല, ക്ലാൻ വാർ ലീഗ് മെഡൽസ് ഉണ്ട്. അത് വെച്ച് ഞാൻ വീണ്ടും ഒരു ബുക്ക് വാങ്ങാൻ പോകുന്നു. ബുക്ക് ഓഫ് ബിൽഡിംഗ് ആണ് വാങ്ങാൻ പോണേ. ഇതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലാൻ കാസ്കിലിൻ്റെ പുതിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ് ആയിട്ടാണ് ഇനി കിട്ടാൻ പോകുന്നത്. നിങ്ങൾ കണ്ട മനസ്സിലാവും, എക്സ്ട്രാ സ്റ്റോറേജ്. അതായത് നമുക്ക് ഒരു സ്പെൽ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ അറ്റാക്കിൽ കൊണ്ടുപോകാം. വിച്ച് ഈസ് വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 5 നേരെ തന്നെ നമ്മുടെ ക്ലാൻ കാസ്റ്റിലിനെ ഞാനൊരു ഹാമർ അടിക്കാൻ പോകുന്നു ഗൈസ്. ഹാമർ സെറ്റ് ഗൈസ്. ക്ലാൻ കാസ്റ്റിലിൻ്റെ ലുക്ക് ഇതാണ്. ഞാൻ എൻ്റെ ഇൻഫർമോ ഒക്കെ മാറ്റിയിട്ടുണ്ട്. ക്ലാൻ കാസ്റ്റിൽ നല്ലൊരു സെറ്റ് ലുക്കിലാണ് നിൽക്കണേ. ഇതൊക്കെ മാറ്റി. ഗുഡ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട. ബേസിക്കലി അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിലെ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി നമ്മുടെ ക്ലാൻ കാസ്റ്റിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിസർച്ചും കൂടെ. പിന്നെ ഇനി എൻ്റെ കയ്യിൽ വേറെ സ്റ്റോക്കൊന്നുമില്ല. അപ്പം നേരെ തന്നെ നമ്മൾ സ്റ്റോക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാജിക് ഐറ്റത്തിൽ ഗൈസ് വളരെ ദാരിദ്ര്യത്തിലാണ് കിടക്കുന്നത്. കുഴപ്പമില്ല. നേരെ തന്നെ ഞാൻ റിസർച്ചിൽ എന്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഹീലർ കൊടുത്താലോ? ഹീറോ ഹീല് +2. ഹീലർ കൊള്ളാൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പെക്ക നല്ലൊരു ഓപ്ഷനാണ്. പെക്കയ്ക്ക് നമുക്ക് 600 പോയിൻറ്റ്. പെക്കയും കൊള്ളാം. ഇലക്ട്രോ ഡ്രാഗൺ കൊള്ളാം, നൈസ്. പക്ഷേ ഇലക്ട്രോ ഡ്രാഗൺ കൊടുക്കണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുന്നു.
വിച്ച് മീൻസ് അത് കുറച്ച് ടാസ്ക് തന്നെയാണ് ഗൈസ്. മറ്റേതിൽ നമ്മുടെ ടൗൺ ഹാൾ 17 ആണെങ്കിൽ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ നമുക്ക് ട്രൂപ്സൊക്കെ മാക്സ് ആക്കായിരുന്നു. പക്ഷേ ഇനി സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ മാക്സ് ആക്കാൻ പറ്റൂ. അത് കുറച്ച് ബാഡ് തന്നെയാണ്. ഓരോ സ്റ്റോറേജിലും നമ്മൾ എത്രയാക്കി വെച്ച് കൂട്ടണം? നോർമൽ 5 വെച്ച് തന്നെയാണ് കൂട്ടണം. ഓക്കെ, ഞാൻ ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് എനിക്കെൻ്റെ ഹീറോ ഹാൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, ഹീറോ ഹാൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അല്ല, അതിന് മുമ്പേ നമുക്ക് നമ്മുടെ പുതിയ ടവേഴ്സൊക്കെ ഒന്ന് നോക്കാം ഡിഫൻസിൽ. ഓ നൈസ്. ഫസ്റ്റ് ഒരു വിസ ടവറാണ് വന്നിട്ടുള്ളത്. വിസ ടവറിനെ നമുക്ക് ഈ മൂലയിൽ അപ്ഗ്രേഡ് ചെയ്യാനിടാം. വിസ ടവർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഏതാണ്? ബിൽഡിങ്സോടെ ഡിഫൻസിൽ. ഓക്കെ, അത് 29. ഓക്കെ, 29 കുഴപ്പമില്ല. ഓ ഷിറ്റ്, റിവെഞ്ച് ടവേഴ്സിന് 430 ആണല്ലേ? ഓ ഷിറ്റ്. ബേസിക്കലി ഉള്ള എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. 430. നമുക്ക് കുറച്ച് കൺവേർട്ട് ചെയ്യാം ഗൈസ്. നമ്മുടെ സാധനം എവിടെ? ഓക്കെ, കൺവേർട്ട് ചെയ്ത് നമ്മൾ ഡാർക്കിലോട്ടാണ് മാറ്റാൻ പോണേ. ഡാർക്ക് എവിടെ? ഓക്കെ, പൈസ വെച്ചാൽ മാറ്റാം. ഓക്കെ, മാറ്റി. എന്നിട്ടും ഷിറ്റ്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? കറക്റ്റായിട്ടുണ്ട് ഗൈസ്. കറക്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ തന്നെ നമ്മുടെ റിവെഞ്ച് ടവറാണ് വെക്കാൻ പോകുന്നത്. അതൊരു 13 ഡേയ്സ് ആണ്. 13 ഡേയ്സ് ഡ്യൂറേഷൻ. അത്യാവശ്യം കുറച്ച് ടാസ്ക്കാണ്. വീണ്ടും വൈഫൈ പോലെ കത്തുന്നുണ്ട്. ഓക്കെ, റിവെഞ്ച് ടവർ ഇതാണ് നമ്മുടെ റിവെഞ്ച് ടവറിൻ്റെ ലുക്ക്. റിവെഞ്ച് ടവറും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ 3 ബിൽഡേഴ്സ് ഉണ്ട്. 3 ബിൽഡേഴ്സ് ഇട്ട് നമുക്ക് എന്തായാലും നമ്മുടെ 2 ഡിഫൻസ് വാങ്ങിച്ച് വെക്കാനാണ് പ്ലാൻ. ഡിഫൻസ് വെക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ ഞാൻ കുറച്ച് അറ്റാക്ക് ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കട്ടെ. ഓക്കെ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചോർന്ന് അറിഞ്ഞൂടാ, റിവെഞ്ച് ടവർ ബിൽഡ് ചെയ്യാൻ നേരത്തെ സാധാരണ നമുക്ക് ബിൽഡിങ്ങിനൊക്കെ ഇതേപോലത്തെ ഒരു തടി കൊണ്ടുള്ള കെട്ട് സാധനങ്ങളൊക്കെയാണ്. പക്ഷേ റിവെഞ്ച് ടവർ ആ ടവർ അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഇനി എൻ്റെ ഗെയിമിലുള്ള ഗ്ലിച്ചാണോ എന്ന് അറിഞ്ഞൂടാ. റിവെഞ്ച് ടവർ നല്ലപോലെ ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്, പെർഫെക്റ്റ്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് പൈസ. ഓക്കെ, ഞാൻ ഇനി നമ്മുടെ ഹീറോ ഹോളാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോണത്. വിച്ച് മീൻസ് നമുക്ക് ഹീറോസ് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹീറോ ഹോൾസാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഇട്ടിട്ടുള്ളത്. 13 ദിവസം 12 മണിക്കൂർ ഡ്യൂറേഷനാണ്. ഓക്കെ, അത് ഇട്ടിട്ടുണ്ട്. ഇനി 2 ബിൽഡേഴ്സും കൂടെ ഫ്രീ ആണ്. നമുക്ക് കുറച്ച് പൈസ കൂട്ടിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പൈസ ഞാൻ അറ്റാക്ക് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ തന്നെ നമ്മൾ നമ്മുടെ അടുത്ത ടവർ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ സംഭവം സൂപ്പർ വിസ ടവറാണ് വാങ്ങാൻ പോകുന്നത്. അത് 13 ദിവസമാണ്. ഏകദേശം എല്ലാ ബിൽഡിംഗ് ഈ 13 ദിവസം റേഞ്ചിലാണ് നമ്മുടെ ടൗൺ ഹാൾ 8 വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ തന്നെ ഞാൻ കുറച്ച് കാണുന്ന രീതിയിലോട്ട് ഞാൻ നമ്മുടെ വിസ ടവറിന് വയ്ക്കാം. ഓക്കെ, വെച്ചാൽ വെക്കാനുള്ള ഒരു സ്ഥലം കിട്ടണില്ല ഗൈസ്. ബേസിക്കലി നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, നമ്മുടെ വിസ ടവർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ 2 വിസാഡ് പോയിട്ട് നേരെ ഒരു സൂപ്പർ വിസാഡിലോട്ട് പോകുന്നു. നേരെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് നമ്മുടെ ടൗൺ ഹാൾ സ്റ്റൈലിൽ തന്നെയാണ് ആ വിസ ടവറും ആ സൂപ്പർ വിസ ടവർ അപ്ഗ്രേഡ് ചെയ്യണേ. നമ്മുടെ ടൗൺ ഹാൾ എങ്ങനെയാണോ ഒരു കല്ല് പോലെ ഇരുന്നത് അതേപോലത്തെ രീതിയിലാണ് നമ്മുടെ സൂപ്പർ വിസ ടവറും ഇരിക്കുന്നത്. സോ ബേസിക്കലി ഇനി ഒരു വിസ ടവറും കൂടെ നമുക്ക് വാങ്ങാം. ഒരു ബിൽഡറും കൂടെ ഫ്രീ ആണ്. നമുക്ക് നമ്മുടെ റിസർച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം 29 മില്യൺ അത്രയേ ഉള്ളൂ. സോ ഇവിടെ എല്ലാം 28, 27, 30 ആണ് ഇലക്ട്രോ വന്നിരിക്കുന്നത്. എനിക്ക് ഇലക്ട്രോ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇലക്ട്രോ ബേസിക്കലി അത്യാവശ്യം നല്ല ഡാമേജ് ഒക്കെയാണ് കിട്ടുന്നത്. ഇലക്ട്രോയും ഡ്രാഗൺ റൈഡറും പെക്ക, ഈ 3 ട്രൂപ്സാണ് ബേസിക്കലി ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തന്നെ ഞാൻ ഹീലറിനെ അപ്ഗ്രേഡ് ചെയ്യാനാണ് പ്ലാൻ. ഹീലറിന് 28,500 ഉള്ളൂ. സോ ഹീലർ അപ്ഗ്രേഡ് ചെയ്യാനാണ് പ്ലാൻ. അതിന് ഇനി വീണ്ടും പൈസ ഉണ്ട്. വീണ്ടും കുറച്ച് അറ്റാക്ക് ചെയ്ത് പൈസ കൂട്ടിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ എലിക്സറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ തന്നെ ഞാൻ എൻ്റെ ഹീലറിനെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് പെക്കേനെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്നാലും ഹീലർ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. സോ നമ്മൾ ഹീലർ അപ്ഗ്രേഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോയൽ ചാമ്പ്യൻ അറ്റാക്കൊക്കെ ഇനി എത്രത്തോളം വർക്കാവുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഹീലേഴ്സാണ് ഇനി നമുക്ക് ബേസിക്കലി ആവശ്യമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടൗൺ ഹാൾ ഇനി ഡിഫൻസ് അല്ല, ഒരു നോർമൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ റോയൽ ചാമ്പ്യനൊന്നും ഇനി ടൗൺ ഹാളിനെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു സൈഡ് ഓഫ് അറ്റാക്കാണ്. ഞാൻ ബേസിക്കലി എൻ്റെ റോയൽ ചാമ്പ്യൻ ഇട്ട് സാധാരണ ടൗൺ ഹാളിനെ പൊട്ടിക്കാനാണ് പതിവ്. ബട്ട് ഇനി അത് നടക്കത്തില്ല. നമുക്ക് നോക്കാം. എന്തായാലും അപ്കമിങ് ഫ്യൂച്ചറിലോട്ട് നമുക്ക് പല വെറൈറ്റി അറ്റാക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഏതാണ് കോമൺ അറ്റാക്ക് കിട്ടാൻ പോകണമെന്ന് അറിയത്തില്ല. നേരെ തന്നെ നമ്മൾ ഇനി ഒരു ബിൽഡറും കൂടെ ഉണ്ട് ഗൈസ്. കുറച്ചും കൂടെ പൈസ കൂട്ടാനുണ്ട്. പൈസ കൂട്ടിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പൈസയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ സൂപ്പർ വിസാഡിനെ നമ്മൾ വാങ്ങാൻ പോവുകയാണ്. സൂപ്പർ വിസ ടവർ. അതിനെ നമ്മൾ ആ സൂപ്പർ വിസ ടവറിൻ്റെ ആ സ്ഥലത്ത് തന്നെ നമ്മൾ വെക്കാൻ പോകുന്നു. ഓക്കെ ഗൈസ്, വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കട്ട പോലെ നമുക്ക് ഇതാ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്സ് ഒക്കെ വാങ്ങിച്ചു തീർന്നു. ഓവറോൾ ബിൽഡിംഗ് നമുക്ക് ഇനി വാങ്ങാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിനി നമ്മുടെ സൂപ്പർ മീറ്റിയർ ഗോളത്തിനും കൂടെ ഇറക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നേരെ തന്നെ അതിൻ്റെ അപ്ഗ്രേഡ്, അതും ഒരു 14 ഡേയ്സാണ് അപ്ഗ്രേഡ്. സോ ബേസിക്കലി നമുക്ക് ബുക്കൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾ നമ്മുടെ ഹീറോ ഹോൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. സൂപ്പർ മീറ്റിയർ ഗോളത്തിന് ഇറക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സൂപ്പർ വിസ ടവേഴ്സിന് ഇറക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരാളെയും കൂടെ ഇറക്കാൻ ഇട്ടിട്ടുണ്ടല്ലോ ഗൈസ്. അത് ഏതാ? ഓക്കെ, യെസ്, റിവെഞ്ച് ടവർ.
അപ്പോൾ നമുക്ക് ഒരു ബിൽഡർ ഫ്രീ ആയിട്ട് വരും. ആ ബിൽഡർ കിടക്കട്ടെ. ബേസിക്കലി എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഗോൾഡ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് വാൾസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ 13-14 ദിവസമാണ്, ഒരു ലോങ് ടേം അപ്ഗ്രേഡാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഗൈസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇനി വെറൈറ്റി പുതിയ അറ്റാക്ക് വരുന്നതായിരിക്കും, പുതിയ വെറൈറ്റി വീഡിയോസ് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ ഗൈസ്, ബൈ.